ഇന്ത്യൻ അണ്ടർ 23 ടീമിന്റെ പെർഫോമൻസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മൾ കളിച്ചു, നമ്മൾ തോറ്റു എന്നല്ലാതെ കൂടുതലൊന്നും പറയാനില്ല. തായ്ലൻഡിനെതിരെ നടന്ന അണ്ടർ 23 മത്സരത്തിൽ നൗഷാദ് മൂസയുടെ സ്ക്വാഡ് വളരെ മികച്ച രീതിയിൽ കളിച്ചു. നമ്മൾ 3-4 ഷോട്ട് അവസരങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഷുവറായിട്ടും ഗോൾ അടിക്കേണ്ട തരത്തിലുള്ള ചാൻസുകൾ സൃഷ്ടിക്കാൻ ഇന്ത്യൻ ടീമിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കളിയിൽ മേധാവിത്വം പുലർത്തിയത് ഇന്ത്യയാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയുമെങ്കിൽ പോലും ഉണ്ടാക്കിയെടുത്ത അവസരങ്ങളൊന്നും കൺവേർട്ട് ചെയ്യാൻ നമ്മുടെ പിള്ളേരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവസരം ഉണ്ടാക്കി അല്ലെങ്കിൽ കളിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഗോൾ അടിക്കുന്നവനെ ജയിക്കത്തുള്ളൂ. തായ്ലൻഡിനെ സംബന്ധിച്ചിടത്തോളം അവരാകെ ഒരൊറ്റ ചാൻസ് മാത്രമാണ് മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തത്. ആ ക്രിയേറ്റ് ചെയ്ത ഒരൊറ്റ ചാൻസ് അവർ കൺവേർട്ട് ചെയ്യുകയും ചെയ്തു. എത്രമാത്രം അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്തു എന്നതിലുപരിയായിട്ട് എത്രമാത്രം ക്രിയേറ്റ് ചെയ്യപ്പെട്ട അവസരങ്ങളെ കൺവേർട്ട് ചെയ്തു എന്നുള്ളതാണ് അവസാനം വിജയിക്കുന്നത് എന്നതിൻ്റെ ഒരു മകുടോദാഹരണം തന്നെയാണ് ഇന്നത്തെ മത്സരം എന്ന് പറയാം. 1-0 എന്ന സ്കോറിന് നൗഷാദ് മൂസയുടെ കുട്ടികൾ വിജയിച്ചു. നമ്മളുടെ പരാജയത്തിൻ്റെ കാരണം എന്താണ് എന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ നമ്മുടെ പിള്ളേർ കിടിലമാണ്. പക്ഷേ ഫൈനൽ തേർഡിലെ ആ ഒരു ഫിനിഷിംഗ് ഷോട്ട് അതുണ്ടാക്കിയെടുക്കാൻ ഇന്ത്യയുടെ യുവതാരങ്ങൾക്ക് കഴിയുന്നില്ല. അപ്പം പ്രശ്നം നമുക്ക് മനസ്സിലായത് കൊണ്ട് നമ്മളൊരു ക്രിസ്റ്റൽ ക്ലിയർ സ്ട്രൈക്കിംഗ് പാറ്റേൺ സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. നന്നായിട്ട് കളിക്കുന്നുണ്ട്. സ്കോർ ചെയ്യാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. സ്കോർ ചെയ്യും. നല്ലത് പ്രതീക്ഷിക്കാം. നല്ലത് വരട്ടെ. ഇനിയെങ്കിലും ഈ ഒരു ടീം നന്നായിട്ട് വരുമായിരിക്കും. അണ്ടർ 23 ടീം നന്നായിട്ട് കളിച്ചു, പക്ഷേ പരാജയപ്പെട്ടു. ഒരു ഗോള് ഒരു ചാൻസേ ക്രിയേറ്റ് ചെയ്തുള്ളൂ. അത് അവർ കൺവേർട്ട് ചെയ്തു. നമ്മൾ 4ഓളം ഷുവർ ഷോട്ട് അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്തു, പക്ഷെ ഒന്നും കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല.